നമസ്കാരം. റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL അതിസുപ്രധാനമായൊരു മത്സരം ഇന്ന് നടക്കുന്നു. പഞ്ചാബ് കിങ്സ് തുടരെ 3 കളികൾ പൊട്ടി നിൽപ്പാണ്. പക്ഷേ ഇപ്പോഴും 4-ാം സ്ഥാനത്തുണ്ട്. അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കണം, 1-ാം സ്ഥാനത്തേക്ക് എത്തണം. അതിനൊക്കെ ഇന്ന് DC തോൽപ്പിക്കേണ്ടതുണ്ട്. DC 8-ാം സ്ഥാനത്താണ്. പക്ഷേ സ്റ്റിൽ DCക്ക് സാധ്യതകളുണ്ട്. മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി നടക്കും എന്നുള്ളത് കണ്ടറിയണം. പ്രാക്ടിക്കലി 0 ചാൻസ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ധരംശാലയിലാണ് ഇന്നത്തെ കളി. വീണ്ടും ഒരു തോൽവി ഒഴിവാക്കുക, അത് തന്നെയായിരിക്കും PBKSൻ്റെ ലക്ഷ്യം. PBKSനെ സംബന്ധിച്ചിടത്തോളം അസ്മത്തുള്ള ഒമർസായി ഇപ്പോൾ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ PBKSൻ്റെ ഫാസ്റ്റ് ബൗളിംഗ് കോച്ച് ജെയിംസ് ഹോബ്സ് പറഞ്ഞത് ഒരു പക്ഷേ കാര്യങ്ങളിൽ ഇതിലൂടെ മാറ്റം ഉണ്ടായേക്കാമെന്നാണ്. ഹർപ്രീത് ബ്രാറിന് ഒരു പക്ഷേ അവർ സെക്കൻഡ് സ്പിന്നറായിട്ട് കളിപ്പിച്ചേക്കും. സോ PBKSൻ്റെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ പ്രിയാൻ ഷാരിയ, പ്രഭ്സിമ്രാൻ സിംഗ്, കൂപ്പർ കനോലി, ശ്രേയസ് അയ്യർ, മാർക്കസ് സ്റ്റോയിനിസ്, അസ്മത്തുള്ള ഒമർസായി, ശശാങ്ക് സിംഗ്, മാർക്കോ യെൻസൺ, ഹർപ്രീത് ബ്രാർ, അർഷ്ദീപ് സിംഗ്, യശ്വന്ദ്ര ചാഹൽ, വിജയ്കുമാർ വൈശാഖ്. യശ്വന്ദ്ര ചാഹൽ, അതുപോലെ അർഷ്ദീപ് സിംഗ് തുടങ്ങിയവരൊക്കെ കൂടുതൽ മികവ് കാണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അർഷ്ദീപാണ് ഏറ്റവും മങ്ങിപ്പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് തിരികെ വരേണ്ടതുണ്ട്. അദ്ദേഹം വൺ ഓഫ് ഹിസ് വേഴ്സ്റ്റ് IPL സീസൺസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. DCയുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ സാധ്യതയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ സ്ട്രോങ് 12 കൊണ്ട് തന്നെ ഇറങ്ങും. ബെഞ്ച് സ്ട്രെങ്ത്ത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ കുറവാണ്. സോ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം പത്തും നിസാങ്ക, KL രാഹുൽ എന്നിവർ ചേർന്ന് തന്നെ ഓപ്പൺ ചെയ്യും. പിന്നെ നിതീഷ് റാണ, സമീർ റിസ്വി, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അക്സർ പട്ടേൽ, അശുതോഷ് ശർമ്മ, വിപ്രാജ് നിഗം, മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, ലുങ്കി എങ്കിഡി, മുകേഷ് കുമാർ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾ 12. എന്തായാലും നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.